പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായി തെരച്ചിൽ തുടരുന്നു. കർണാടകയിലേക്ക് കടന്നുവന്ന പ്രചരണം തള്ളി പോലീസ്. അതിനിടെ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ കഫേയിൽ നിന്നുള്ള അർജുൻ ആയങ്കിയുടെയും സംഘത്തിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അർജുൻ ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാറ് കണ്ണൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും മലപ്പുറം എടപ്പാളിൽ ആയങ്കി എത്തിയെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ അർജുൻ ഉപയോഗിച്ച കാറ് കണ്ണൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അർജുനെ പിടികൂടാനായി പോലീസ് പരക്കം പായുന്നതാണ് ഇപ്പോഴും നാം കാണുന്നത്. വിവിധയിടങ്ങളിൽ അർജുനെക്കുറിച്ച് വിവരം ലഭിക്കുമ്പോൾ അങ്ങോട്ടെത്തുകയും പിന്നീട് അവിടെ നിന്നും അർജുനെ ലഭിക്കാതെ പിന്മാറുന്നതുമാണ് കാണുന്നത്. എന്തായാലും വലിയ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്നും അർജുൻ്റെ സഹോദരനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അർജുൻ ആയങ്കിയുടെ കാർ കണ്ടെത്തിയിരിക്കുന്നത്. ആ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അപ്പോൾ വളപട്ടണം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ തിരച്ചിൽ നടക്കുന്നത്. ആ തിരച്ചിലിനിടയിലും പോലീസിന് കിട്ടുന്ന വിവരം ചിലപ്പോൾ കണ്ണൂരിൽ എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റ് ഒളിയിടത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഇന്ന് തന്നെ 21-ലധികം ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോ അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരോ ആയ 21-ലധികം പേരെ പോലീസ് പിടികൂടിയിരുന്നു. അവരിൽ നിന്നും വലിയ രീതിയിൽ തന്നെ വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ കേരള പോലീസിനെ വെല്ലുവിളിച്ച ആയങ്കിയെ മാത്രം പിടികൂടാൻ എന്തായാലും കേരള പോലീസിന് കഴിയുന്നില്ല. അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നു, ഈ വാർത്തകൾക്ക് താഴെ എത്തി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, വിമർശിക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ നേതാവിനെ ഉൾപ്പെടെ വിമർശിക്കുന്ന പോസ്റ്റുകൾ ഉൾപ്പെടെ അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഈ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും ആക്റ്റീവായിട്ടും പോലീസിന് എന്തായാലും അർജുൻ ആയങ്കിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അർജുനുമായി ബന്ധപ്പെട്ട പലരെയും പിടികൂടി അർജുനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ പോലീസ് അവസാന ഘട്ടത്തിൽ പരീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ 21-ലധികം പേരെ പിടികൂടുന്നത്. അതിനിടയിലാണ് ഇന്ന് മലപ്പുറത്ത് നിന്നും അർജുൻ ആയങ്കി കഴിഞ്ഞ 5-ാം തീയതി മലപ്പുറത്തെത്തിയ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമുള്ളത്. പോലീസ് എന്തായാലും വലിയ രീതിയിൽ ഈ അർജുൻ ആയങ്കിയെ പിടിക്കാനുള്ള വലിയ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ അർജുൻ ആയങ്കി എന്നൊരു ക്രിമിനലിനെ പിടികൂടാൻ ആയിട്ട് മാത്രം തന്നെ ഈ പിടികൂടാനായി 10-ലധികം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് വിവിധ ഭാഗങ്ങളിൽ ഈ പരിശോധന നടത്തുന്നത്. എന്നിട്ടും അർജുൻ ആയങ്കിയെ പിടികൂടാൻ സാധിക്കുന്നില്ല.